കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോൽ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല സാവകാശം കൂടെ ദാനമായി തന്നല്ലോ. സമാധാനത്തിൽ ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസത്തിൽ പ്രവേശിപ്പാനൊക്കെ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളുടെ മേൽ സ്വർഗീയ പിതാവേയും മറുപടിയുമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് സകലത്തിനും പരിഹാരകൻ എൻ്റെ അപ്പച്ചന. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരും. നിശ്ചയമായും ഞങ്ങളെ മാനിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്നൊരു നല്ല അപ്പ ഞങ്ങൾക്കുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗമെല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തി, വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവ്വസമ്പന്നനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സമയം ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേയപ്പ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ. റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ജയമൊരുക്കി സഹായിക്കണമേ. തുടർന്നും വിദ്യാസമ്പന്നരായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, സമയം BS നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. OET IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റി പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, ദൈവമായ കർത്താവെ വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, അതിനായി പ്രയത്നിക്കുന്നവർ, എൻ്റെ ദൈവമായ കർത്താവെ അത്ഭുതം ചെയ്യണമേ, വഴിവാതിൽ തുറക്കണമേ, തടസ്സം മുടക്കം മാറ്റണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത്ഭുത വഴികളിൽ കൂടി ഹാലലി യാത്ര ചെയ്യണം. കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മക്കളായി മാറുവാൻ കൃപ ചെയ്യുമാറാകണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ സമയം യാത്ര പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താപ്പച്ചൻ കൂടെ ഇരിക്കണമേ. കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് സമാധാനത്തോടെ കാത്തുകൊള്ളണേ. വിവാഹപ്രായമായ ആണും പെണ്ണുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തോണേ, തക്ക തുണ ഒരുക്കണേ. അവരുടെ വിവാഹം നടക്കണമപ്പാ. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രായം അറിയുന്നവൻ അവിടുന്ന്. എൻ്റെ കർത്താവെ, വിവാഹപ്രായം കഴിഞ്ഞ മക്കളൊക്കെ ഉണ്ട്. ആണും പെണ്ണുമായ മക്കൾക്ക് സ്വർഗത്തിലെ ദൈവം തക്ക തുണ ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. 2025 തീരുന്നതിന് മുൻപ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്കും തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ടപ്പ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കർത്താവെ, യാതൊരു ഭാരമോ പ്രയാസമോ ഉണ്ടാകാൻ ഇടയാകാതോണം മാസം തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനമില്ലാത്തവരുണ്ട്, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് തലചായ്പാൻ ഓരോ മക്കൾക്ക് ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഇടയാക്കണമേ. ദൈവമേ, കടഭാരമുള്ള മക്കളുണ്ടല്ലോ കർത്താവേ, അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം മദ്യത്തിൽ മയക്കുമരുന്നിൽ കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ടപ്പാ. പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ, മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, മാനസാന്തരം നൽകണമേ. യാതൊരുവിധ ഭാരമോ പ്രയാസമോ ആർക്കും ഉണ്ടാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ മദ്യപാനികളോട് ഇടപെടണം, സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലഹരിക്ക് അടിമപ്പെട്ട പല ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ കർത്താവ്, തൻ്റെ മക്കളെയൊക്കെ കർത്താവ് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് സൗമ്യതയോടും ദൈവകൃപയോടും ഭയത്തോടും ജീവിപ്പാൻ ഇടയാക്കിയേ മതിയാകൂ. പൂർണ്ണമായും അതിൽ നിന്നൊരു മോചനം നൽകണമേ കർത്താവേ. ഇതുവരെ സമാധാനം അനുഭവിക്കാത്ത അനേക പ്രിയപ്പെട്ടൊരു കുഞ്ഞുങ്ങൾ, സഹോദരിമാരുണ്ട് കർത്താവേ. കരയുന്ന മാതാപിതാക്കൾ ഉണ്ടപ്പാ. സമാധാനത്തെ അയക്കണമേ, അവർക്ക് സന്തോഷം കൊടുക്കണമേ അപ്പാ.
അവരുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയം ഹാലലുയ കർത്താവേ, വിദേശ രാജ്യത്ത് ഹാലലിയ പലവിധ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്തവരുണ്ട്. താമസ സൗകര്യം ശരിയായിട്ടില്ലാത്തവരുണ്ട്. കർത്താവേ, ഭക്ഷണം പോലും ലഭിക്കാത്തവരുണ്ട്. ജോലിക്ക് പോകുവാനും വരുവാനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ദൈവമേ, മേലധികാരികളുടെ പ്രയാസങ്ങൾ മൂലം ഹാലലിയ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങനെയൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം ഓരോ വ്യക്തി ജീവിതങ്ങളെയും അറിയുന്ന ദൈവമാ. തൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്നവരെ സഹായിച്ച് പൂർണ്ണമായും ഒരു വിടുതൽ കൊടുത്ത് സമാധാനത്തിൽ ജോലി കാര്യങ്ങളെ ചെയ്ത് നന്മ പ്രാപിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹവും ഓരോ മക്കളുടെ മേലും വർഷിപ്പിച്ചാട്ടപ്പ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുത്തേ മതിയാകുമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, എല്ലാ രോഗികളെയും തിരുമുൻപാകെ ഏൽപ്പിച്ചു തരിക. രോഗികൾക്ക് നല്ല വൈദ്യനും മരുന്നും എൻ്റെ അപ്പൻ സൗഖ്യദായകനാ. മനസ്സലിവും കരുണയുമുള്ള ദൈവമാ. കാൽവർ ക്രൂശിൽ ഒരു തുള്ളി രക്തം മതിയപ്പ ഓരോ മക്കളുടെ മേലും അത് ഹാലേലൂയ കർത്താവേ. ആമേൻ. ഹാലേലൂയ. സ്വർഗം കുത്തിവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗാണും നിർജീവമാകണം. ആശുപത്രി മുറികളിലും ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും ഹാർട്ടിൻ ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുകയാണ്. ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുമുള്ളവരെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. അപ്പോൾ ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ, മാനസികമായ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, കൈകാൽക്ക് ചലനമില്ലാത്തൊരു നടുവേദനയും മുട്ടിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ കർത്താവേ സ്തോത്രം. ഫിക്സിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്നവരപ്പ സ്തോത്രം. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു കർത്താവേ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, തൈറോയിഡും ആസ്മയും അലർജിയും ഉള്ളവർ കർത്താവേ, ത്വക്ക് സംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, എല്ലാവരെയും തിരുസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് മരുന്നാ വൈദ്യനാ. അങ്ങൊന്ന് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കും. സ്വർഗം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേർപാട് ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പ ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ ഓരോ മക്കളെ സഹായിച്ചാണ്. സമസ്ത ഭാരങ്ങളെ ഏൽപ്പിക്കണം. ദേശത്തെ ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. മാതാപിതാക്കളെ കാത്തോണേപ്പാ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും സമർപ്പിക്കുക അപ്പാ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണം. ഹാലേലൂയ കർത്താവ്. എല്ലാ സമാധാനവും എല്ലാവർക്കും നൽകി കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. അടിയൻ മറന്നാലും മറക്കാത്ത പ്രാർത്ഥനാ വിഷയത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. സ്വർഗം സഹായിച്ചാട്ട്. PR ലഭിക്കേണ്ട ജീവിതം, ആ എക്സാമിനായിട്ട് ഒരുങ്ങുന്ന പൈതൽ, ഹാലേലൂയ, വിസ ലഭിക്കേണ്ട ജീവിതങ്ങൾ, എൻ്റെ കർത്താവേ, നല്ല ജോലി ലഭിക്കേണ്ടവർ, പോകുവാനും വരുവാനുമുള്ള സൗകര്യസ്ഥാനത്ത് ജോലി ലഭിക്കേണ്ടവർ, വിവാഹം നടക്കേണ്ടത് കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. കേസ് സംബന്ധമായി ബുദ്ധിമുട്ടുന്നവർ കർത്താവ് ജയം ഒരുക്കിക്കൊള്ളണേ കർത്താവേ. വസ്തു സംബന്ധമായ പ്രയാസങ്ങളിലൂടെ നിന്ന് കടന്നു പോകുന്നവരെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.